Hi, welcome to the grammar classes. Today we are going to learn simple present. Let's check what are the usages of simple present. Simple present, it is an important tense which is highly useful for communication. Simple present has multiple usages. One of the usages is to talk about daily routines or routинal actions. നമ്മുടെ ദിനചര്യകൾ പറയാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ റൊട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ സിമ്പിൾ പ്രസൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock എവറി ഡേ. ഞാനെന്നും 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. അപ്പോൾ ചെയ്യാറുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു റൊട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock. ഷീ സ്ലീപ്സ് എവറി ഡേ അറ്റ് 10 o'clock. അവൾ എന്നും 10 മണിക്കാണ് ഉറങ്ങാറ്. അതും എന്നും ചെയ്യുന്ന കാര്യമാണ്. ടു ടോക്ക് അബൌട്ട് റൊട്ടീനൽ ആക്ഷൻസ് വി ആർ യൂസിങ് സിമ്പിൾ പ്രസൻറ്റ്. നെക്സ്റ്റ് യൂസേജസ് ടു ടോക്ക് അബൌട്ട് പെർമനൻറ്റ് സിറ്റുവേഷൻ. ലിവ് ഇൻ ഇന്ത്യ. ഞാൻ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ? അതുപോലെ തന്നെ ഐ വർക്ക് അറ്റ് ബാങ്ക്. ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതൊരു പെർമനൻറ്റ് സിറ്റുവേഷൻ ആണ്. ടോക്ക് അബൌട്ട് പ്രസൻറ്റ് ഇമോഷൻസ് ആൻഡ് പ്രസൻറ്റിലുള്ള ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടും സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എൻ എക്സാമ്പിൾ, തിങ്ക് ഇറ്റ്സ് ഗുഡ്. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ദാറ്റ്സ് മൈ തിങ്കിങ്. അണ്ടർസ്റ്റാൻഡ്? അങ്ങനെ ഫീൽ ചെയ്യാണ്. ഐ ഫീൽ ഹാപ്പി. ഐ ലൈക്ക് ദാറ്റ്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് ആണ് കേട്ടോ പറയണത്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കണു. നമ്മുടെ ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തത് സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസൻ്റ് ആണ്. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. അവർ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 9 o'clock. നമ്മുടെ ക്ലാസ് 9 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് സ്കെഡ്യൂൾഡ് ആയിട്ടുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ്? എന്നും നടക്കുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹാബിച്വൽ ആക്ഷൻസ്. ഹാബിറ്റ്സ് പറയാൻ ടു ടോക്ക് അബൌട്ട് ഹാബിറ്റ്സ് നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യാം? സിമ്പിൾ പ്രസൻ്റ് ആണ് യൂസ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ്, ഐ റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ. ഞാനെന്നും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. അതെൻ്റെ ഒരു ഹാബിറ്റാണ്. ഷീ റീഡ്സ് എ ലോട്ട്. അവൾ ധാരാളം വായിക്കാറുണ്ട്. ഓക്കെ, അത് അവളുടെ ഒരു ഹാബിറ്റാണ്. ജനറൽ ആയിട്ടുള്ള ഫാക്ട്സും യൂണിവേഴ്സൽ ട്രൂത്ത്സ് പറയാനൊക്കെ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, ക്യാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക്, ലൈക്ക് ദാറ്റ്. ഇനി നമുക്ക് ഇത്രയും നമ്മൾ സെൻറ്റൻസസ് ഡയറക്റ്റ്ലി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിന് ഒരു ഫോമാറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എങ്ങനെ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യണം, എങ്ങനെ പറയണം എന്നൊക്കെ അറിയുള്ളൂ. അതിൻ്റെ ഒരു ഫോമാറ്റ് യു, വി, ദേ ആൻഡ് ഓൾ പ്ലൂരൽ സബ്ജക്ട്സ്. എല്ലാ പ്ലൂരൽ സബ്ജക്ട്സിൻ്റെ കൂടെയും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പറയുമ്പോൾ വേർബിൻ്റെ ഫസ്റ്റ് ഫോം അഥവാ V1 ആണ് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഐ വേക്ക് അപ്പ് എന്ന് വന്നത്. ഓക്കെ, ഐ വേക്ക് അപ്പ്. ഐ എന്ന സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് വേക്കപ്പ് എന്ന് പറയുന്നത് V1 ആണ്. അണ്ടർസ്റ്റാൻഡ്? സോ വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വേക്കപ്പ്, വി വേക്കപ്പ്, ദേ വേക്കപ്പ്, യു വേക്കപ്പ്. ഇതൊക്കെ സബ്ജക്റ്റ് പ്ലസ് V1 എന്നുള്ള ഫോമാറ്റിലാണ് വരുന്നത്. സോ സബ്ജക്റ്റ്, V1 ആൻഡ് ഒബ്ജക്റ്റ്. വിത്ത് സിംഗുലർ സബ്ജക്ട്സ് സിമ്പിൾ പ്രസൻറ്റ് പറയാൻ വേർബിൻ്റെ ഫസ്റ്റ് ഫോമിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്യുന്നു. സോ എക്സാമ്പിൾസ് ആർ ലൈക്ക് ദിസ്. ഷീ ഗോസ്. ഷീ ഗോസ്, അവൾ പോവാറുണ്ട്. ഷീ ഗോസ് ടു ടെമ്പിൾ, അവൾ ടെമ്പിളിൽ പോവാറുണ്ട്. സോ ഷീ ഈസ് ദ സിംഗുലർ സബ്ജക്റ്റ്. ഗോസ് വിൽ ബി V1 plus ES ആൻഡ് ടെമ്പിൾ ഇസ് ദ ഒബ്ജക്റ്റ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് വർക്ക്സ് പ്രോപ്പർലി. ഇറ്റ് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ വർക്ക് എന്നുള്ളത് V1 ആണ്. V1ൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യുന്നു. സോ ഇറ്റ് വർക്ക്സ് എന്നായി. സോ ദാറ്റ് ഇസ് ദ ഫോമാറ്റ്. അപ്പോൾ നിങ്ങളുടെ ഡെയിലി ലൈഫുമായി കണക്റ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പം നിങ്ങളിത് മറക്കില്ല. മാത്രമല്ല ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാവൂ. So please make sentences and practice it. So this is all for today's video.